എൻ്റെ പേര് നീന. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. വായിൽ വേദനയും കുരുക്കളുമായിരുന്നു. ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ ആരാധനയ്ക്ക് വന്നതിന് ശേഷം അസുഖം കുറവുണ്ടായിരുന്നു. ഞങ്ങളിവിടെ അത് കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞില്ല. അതിന് ജോലി സ്ഥലത്ത് തിരിച്ചു ചെന്നപ്പോഴത്തേക്ക് ഇതേ അസുഖം പിന്നെയും തുടങ്ങി. ഞങ്ങൾ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വായിൽ കുരുക്കളായിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാറിയെങ്കിലും ഒന്ന് സാക്ഷ്യപ്പെടുത്തിയില്ല. അതങ്ങനെ ദൈവം തന്നു എന്ന് മാത്രമേ കരുതിയുള്ളൂ. വീണ്ടും അത് വന്നു. അത് ക്ഷമ ചോദിച്ചുകൊണ്ട് ആദ്യം സുഖപ്പെടുത്തിയ ദൈവത്തിന് നന്ദി പറയുകയാണ്. പരിപൂർണമായിട്ടും അവളുടെ രോഗം മാറിയിരിക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ദൈവം നമ്മളെപ്പോഴും ഓർക്കുക. ദൈവത്തിന് നന്ദി പറഞ്ഞോളാമെന്നും മനസ്സിൽ നേർന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. അത് ചെയ്യാതിരിക്കുമ്പോൾ ദൈവത്തെ അംഗീകരിക്കാൻ മടിക്കുന്നതാണ്. ദൈവം തന്നൊരു കാര്യത്തിന് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. അങ്ങനെ മനുഷ്യരുടെ മുൻപിൽ എന്നെ നിന്ദിക്കുകയോ എന്നെ തള്ളിപ്പറയുകയോ എന്നെ ഏറ്റുപറയാനായിട്ട് നാണം തോന്നുകയോ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ തമ്പുരാനും ഇത് തന്നെ പ്രവർത്തിക്കുന്നു. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന അവസരത്തിൽ സാക്ഷ്യപ്പെടുത്തുവാനെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.